നമ്മൾ ഇന്ന് പഠിച്ച സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ നമ്മൾ 67 വരെയാണ് പഠിച്ചത്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. 68ാമത്തെ വകുപ്പ് നമ്മൾ നമ്മൾ ഏതാ പഠിച്ചേ? പൊതു അധികാരി ചെയ്ത തെറ്റുകൾ നമ്മൾ പഠിച്ചേ 65-ൽ 2 നമ്മൾ പഠിച്ചല്ലേ? 65-ൽ 65-ലാണോ 62 64 64-ൽ 2 നമ്മൾ പഠിച്ചു പൊതു അധികാരി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച്. അത് ലൈംഗിക അതിക്രമണം, അതായത് ലൈംഗിക അതിക്രമണം എന്നല്ല, കറക്റ്റ് വേർഡ് തന്നെ പഠിക്കണം. ബലാത്സംഗമാണ് പറയുന്നത്. ഇവിടെ ലൈംഗിക വീഴ്ചയെ കുറിച്ചാണ്, ബലാത്സംഗമാകാത്ത ലൈംഗിക പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് അതിനെ ലൈംഗിക വീഴ്ച എന്നാണ് പറയുന്നത് കേട്ടോ. ലൈംഗിക വീഴ്ച, ലൈംഗികമായ പ്രവർത്തികൾ ചെയ്യുന്നത് അധികാരിയാണെങ്കിൽ, അതായത് ഒരു ഒഫീഷ്യൽ ആണെങ്കിൽ 5 മുതൽ 10 വർഷം വരെ കഠിന തടവിനും പിഴയ്ക്കും ശിക്ഷ ലഭിക്കും. 5 മുതൽ കഠിന തടവ് പിഴയും ലഭിക്കും, 10 വർഷം വരെ ലഭിക്കും. അപ്പൊ ഈ അധികാരി, ഒഫീഷ്യലിന്റെ ഈ 2 ചുനുപ്പ് കണ്ട, എഫിന്റെ ഇവിടെയും 8 ആയില്ലേ? 63-ന് ശേഷമാണ് റേപ്പ് നമുക്ക് അറിയാലോ. അപ്പൊ അത് കിട്ടൂലേ 68. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി 69 ലൈംഗിക വീഴ്ച, ചീറ്റിംഗ് വഴിയാണെങ്കിൽ, അതായത് വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി ചീറ്റിംഗ് ചെയ്തുകൊണ്ട് ബലാത്സംഗമാകാത്ത തരത്തിലുള്ള ലൈംഗിക വീഴ്ച പ്രവർത്തനങ്ങൾക്ക് 69 പ്രകാരം 10 വർഷം മുതൽ 10 വർഷം വരെ കഠിന തടവ് എന്ന് പറയുന്നില്ല കേട്ടോ. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. അപ്പൊ ലൈംഗിക വീഴ്ച ചീറ്റിംഗ് ആണ് അവിടെ വരുന്ന മെയിൻ പോയിന്റ്. ഓക്കെ, അടുത്തത് 70 ഗ്യാങ് റേപ്പ് ആണ്. ഗ്യാങ് റേപ്പിനെ കുറിച്ച് പറയുന്ന BNS സെക്ഷൻ 70 കൂട്ട ബലാത്സംഗം എന്ന് പറയും. കൂട്ടം എന്ന് എഴുതുമ്പോൾ 0 കണ്ട, ഇപ്പൊ 70 കൂട്ടം കേട്ടാ. 70 0 കണക്ട് ചെയ്യണം. കൂട്ട ബലാത്സംഗമാണ് 70. ഇനി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന 70-ലെ 1-ാമത്തെ ഉപവകുപ്പിലാണ്. 70-ൽ 1-ൽ കൂട്ട ബലാത്സംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ കൂട്ട ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ 20 വർഷം വരെ കഠിന തടവും 20 വർഷം മിനിമം കേട്ടോ. സോറി, ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് വരരുത്. 20 വർഷം വരെ എന്നല്ല, 20 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാം. കൂടാതെ പിഴ ശിക്ഷയുണ്ട്. ഈ പിഴ എന്ന് പറയുന്നത് ഗ്യാങ് റേപ്പ് ആയതുകൊണ്ട്, റേപ്പ് ചെയ്ത കുട്ടിയാണെങ്കിൽ അപ്പൊ ആ കുട്ടിക്ക് ഇരയ്ക്ക് എന്താണ് അവരുടെ പുനരധിവാസത്തിനും കൂടാതെ ചുമത്തുന്ന പിഴ തുക എല്ലാം അക്യൂസ്ഡിൽ നിന്ന് കളക്ട് ചെയ്ത് ഇരയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വിക്ടിമിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 70-ൽ 2 പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് പീഡിപ്പിക്കുന്നതെങ്കിൽ, ഗ്യാങ് റേപ്പ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞാൽ 1-ൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് പീഡിപ്പിക്കുകയാണെങ്കിൽ ജീവപര്യന്തം തടവ് കൺഫേം ആണ്. ജീവപര്യന്തം തടവും കഠിനമായ തടവും പിഴയാണ്. കൂടാതെ വധശിക്ഷയും ലഭിക്കാം. തൂക്കുകയർ, അതാണ് ഞാൻ അവിടെ അടയാളം കൊടുത്തത്. തൂക്കുകയറും ലഭിക്കാം, വധശിക്ഷയും ലഭിക്കുക. 70-ൽ 2 പണ്ട് BNS-ൽ 376 DA DB അങ്ങനെയൊക്കെ ഒരു സെക്ഷൻ പഠിക്കണ്ട. അതിൽ 12 വയസ്സ് 16 വയസ്സ് 18 വയസ്സ് അങ്ങനെ മാറ്റി തിരിച്ചുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. മൈനർ ആണെങ്കിൽ ഒറ്റ ശിക്ഷ തന്നെ, ജീവപര്യന്തം തടവും കഠിന തടവും പിഴയും ഉണ്ട്. പിന്നെ അതേപോലെ എന്തുകൊണ്ട് തൂക്കുകയറും ലഭിക്കാം. ഓക്കെ, അല്ലാതെ 16 വയസ്സ് അങ്ങനെയൊന്നുമില്ല. മൈനർ ആണെങ്കിൽ ഏത് വയസ്സായാലും കയറ് വേണമെങ്കിൽ ഉറപ്പായും കിട്ടും. ഓക്കെ, പിന്നെ ഒരു വാർച്ചയൊക്കെ എടുക്കും. കാളൂരൊക്കെ പോലത്തെ കുറെ വക്കീലുണ്ടല്ലോ, അവന്മാരൊക്കെ വെച്ചൊക്കെ റെഡിയാക്കി എടുക്കും. എന്നാലും അവന്മാര് കുറെ കൊല്ലം പോയി അഴിയണം. ഇനി 71-ാമത്തെ സെക്ഷൻ 71 വാണിംഗ് കൊടുക്കണം. അങ്ങനെ ഇങ്ങനല്ലേ 71 ആ 1 ഈ 1 വാണിംഗ് കൊടുത്തിട്ടും പിന്നും റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. ഒരു ശിക്ഷ കൊടുത്ത് വാണിംഗ് നൽകിയാണ് അവനെ വിട്ടത്. അവൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ക്രൈം ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം പഠിച്ചതില് 65 64 65 66 വരെയുള്ള ക്രൈമുകളും 70-ാമത്തെ ക്രൈമും വീണ്ടും റിപ്പീറ്റ്, ഈ പ്രകാരമുള്ള കേസുകൾ BNS കേസുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവന് ജീവപര്യന്തം തടവും പിന്നെ അതേപോലെ അതല്ലാന്നുണ്ടെങ്കിൽ തൂക്കുകയർ വരെ ലഭിക്കാം, വധശിക്ഷ വരെ ലഭിക്കാൻ പറ്റും. കഠിന തടവാണ് 71. ഇനി 72 എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം. ഈ 72 നോക്കിക്കോ. ഈ 7 എന്നുള്ളതിനെ തിരിച്ചെഴുതിയാണ്. ഇങ്ങനെ ആവൂലേ? ഈ 2 അവിടെ കയറ്റി എഴുതിയാണ്. ഒരു ഫേസ്ബുക്കിന്റെ ചിഹ്നം ഇല്ലടേ. ഫേസ്ബുക്കിൽ എന്താണ് സോഷ്യൽ മീഡിയ അല്ലേ? അപ്പൊ ഇരയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് വെളിപ്പെടുത്തുകയാണെങ്കിലുള്ള ശിക്ഷയെ കുറിച്ചാണ് 72 പറയുന്നത്. അതിന് കീഴിൽ വരുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ കേസുകൾ നമ്മൾ ഈ പഠിച്ച എല്ലാ സെക്ഷൻസും 64 തൊട്ട് എന്ന് പറഞ്ഞാൽ 63 കണക്കുള്ള 64 അല്ലെ? 63-ന്റെ ശിക്ഷയാണ് 64. 64 തൊട്ട് 71 വരെ നമ്മൾ ഇതുവരെ പഠിച്ച സെക്ഷനിൽ ഏതെങ്കിലും പ്രകാരം എന്താണ് ഇരയായിട്ടുള്ള വിക്ടിം ആയിട്ടുള്ള ഒരു
കുട്ടിയുടെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയാൽ, ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രസിദ്ധപ്പെടുത്തിയാൽ അത് പോലീസ് ഉദ്യോഗസ്ഥനാവട്ടെ, അല്ലെങ്കിൽ ഒരു പൊതുജന സേവകനാവട്ടെ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനാവട്ടെ, പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ കുറ്റവാളിയും അവന്റെ കൂട്ടുകാരൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടാലും മതി. അതാണ് ഈ ഫേസ്ബുക്കിന്റെ കോഡ്. 7 തിരിച്ചിടുക, 2 ഇവിടെ ഇടുക ഫേസ്ബുക്കായി. കേട്ടാ, 2 വേറെ വഴിയില്ല, അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. 2ന്റെ വര മാത്രം വരച്ചാൽ പറ്റില്ലല്ലോ. ഓർത്തിരിക്കണ്ടേ 72 ആണെന്ന്. അപ്പൊ 72 ഫേസ്ബുക്ക് വെച്ച് കണക്ട് ചെയ്യുക. ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയാലുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. 74 എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ചാരിത്ര്യ ശുദ്ധിക്ക് കോട്ടം സംഭവിക്കണം എന്ന രീതിയിൽ ബലപ്രയോഗം നടത്തുന്നതിനെയാണ് ഈ 74ാമത്തെ BNS പറയുന്നത്. ബലപ്രയോഗം എന്നൊരു പദം ഉണ്ടെങ്കിൽ 74 സ്ത്രീക്കെതിരെ ചെയ്യുന്ന ബലപ്രയോഗം. അത് 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യമാവുന്ന ഒരു വകുപ്പാണ്. 75ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് ആണ് പഠിക്കുന്നത്. ലൈംഗിക പീഡനം, അതേപോലെ ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെ പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇങ്ങനെ തന്നെ ചോദിക്കും PSC, വേറെ ഒന്നും ചോദിക്കില്ല. ലൈംഗിക പീഡനം, ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷ. ഓരോ പദത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ബലാത്സംഗം വേറെ, ലൈംഗിക വേഴ്ച വേറെ, ലൈംഗിക പീഡനം വേറെ. അപ്പൊ ലൈംഗിക പീഡനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ബസ്സിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ശരീരത്തിൽ സ്പർശിക്കുക, അവർ കേൾക്കാൻ കണക്കിന് നഗ്ന ചിത്രങ്ങൾ കാണിക്കുക, അവർ കേൾക്കാൻ കണക്കിന് ഓരോ ആംഗ്യങ്ങൾ കാണിക്കുക, ഓരോ വാക്കുകൾ പറയുക, അതൊക്കെ ഇതിൽ വരും. ലൈംഗിക സെക്ഷൽ ഹരാസ്മെന്റിൽ വരും. സെക്ഷലി ശല്യപ്പെടുത്തുന്നത് 75 കേട്ടോ. 75. ഓക്കെ, ശരി. അപ്പം ഇനി ഇതില് 3 വർഷം വരെയുള്ള കഠിന തടവും പിഴയുമാണ് ഇതിന്റെ ശിക്ഷ. പക്ഷേ അതിൽ ഒരു കാര്യത്തിന് മാത്രം, ഈ പറഞ്ഞതിൽ ഒരു കാര്യത്തിന് മാത്രം, ലൈംഗികമായ വാക്കുകൾ കൊണ്ട് അവളെ അവഹേളിക്കുകയോ അവൾ കേൾക്കാവുന്ന തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രം ചെറിയ ശിക്ഷ കുറവുണ്ട്. 1 വർഷം വരെയുള്ള കഠിന തടവും പിഴയുമാണ്. 1 വർഷം വരെയുള്ള കഠിന തടവില്ല, തടവും പിഴയുന്നേ ഉള്ളൂ. ഇവിടെയാണ് കഠിന തടവുള്ള. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. പറ്റാവുന്ന കോഡുകൾ മാക്സിമം യൂസ് ചെയ്യുക. അടുത്ത നോക്കാം. ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള 2 വകുപ്പുകളാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണേ. 2നും ഒരു ട്രിപ്പിൾ ടിക്ക് കൊടുക്കാവുന്ന വകുപ്പുകളാണ്. 76 എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വിവസ്ത്രയാക്കുക. അതായത് അവളെ കയ്യേറ്റം ചെയ്തുകൊണ്ട് അവളുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ ശ്രമിക്കുന്ന സ്വഭാവത്തിൽ വരുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ വരുന്ന വകുപ്പ് BNS 76 ആണ്. 76 കേട്ടാ, 76. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ 6 അടിച്ച് കീറി എന്നൊക്കെ പഠിച്ചാൽ 6 അടിച്ച് കീറി, 6 നമ്മൾ അടിക്കുന്ന 6, 76 6 നമ്മൾ 6 അടിച്ച് പറത്തി കീറി എന്നൊക്കെ പഠിച്ചാൽ. കീറുക എന്ന് പറയുമ്പോൾ വസ്ത്രം കീറുകയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 3 to 7 അതിന്റെ ശിക്ഷ വരുന്നത് കേട്ടാ. ഈ 7 എന്ന് പറയുന്നത് ഈ 7 കണക്ട് ചെയ്യുക. 3 ഈ പഠിക്കാൻ വഴിയുണ്ട്, പറഞ്ഞില്ല. വിവസ്ത്ര 3, 7 ഇവിടെ നിന്ന് കണക്ട് ചെയ്യുക. 3 to 7 തടവ് പിഴയും ലഭിക്കും കേട്ടാ. ഇങ്ങനെയൊക്കെയാണ് ഇത് പഠിച്ചു വയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. 77 പഠിക്കാൻ എളുപ്പമുണ്ടേ. ഇപ്പൊ ഇവിടെ ഒരു മതില്, ഇവിടെ ഞാൻ 7 വരച്ച്, വീണ്ടും 7 വരച്ച്, വീണ്ടും 7 വരച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് OARS എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഒളിഞ്ഞു നോട്ടമാണ്, ഒളിഞ്ഞു നോട്ടം. സ്ത്രീ സ്വകാര്യമായ സ്ഥലങ്ങളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വകാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഒളിഞ്ഞു നോട്ടത്തെയാണ് 77 പറയുന്നത്. അപ്പൊ 7 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മതിൽ വരച്ച്, ഒരു ഭിത്തി വരച്ച് ഇവിടെ നിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു, ഒരാൾ ഒളിഞ്ഞു നോക്കുന്നു, 2 പേരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ 7 ഞാൻ ഇങ്ങനെ വരച്ചാണെങ്കിലേ വരണത്. മനസ്സിലായോ? അതാണ് അതിന്റെ ടെക്നിക്ക്. 1 to 3 വർഷമാണ് ഇതിന് തടവും പിഴയും ലഭിക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 to 7. എന്നെ ഏത് കേസിന് വേറെ ഗ്യാസ് പിടിച്ച് ചാർജ് ചെയ്ത് 3 വർഷത്തേക്ക് ചാർജ് ശിക്ഷയാണ്. രണ്ടാമത് ഞാൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് വേറെ സ്ത്രീയെ ഇപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് കേസാണ് അല്ലേ? 3 to 7. അല്ലെങ്കിൽ ആ സ്ത്രീയെ തന്നെ എന്റെ പൂർവ്വ വൈരാഗ്യം കൊണ്ട് ഞാൻ വീണ്ടും ഒളിഞ്ഞു എന്ന് പറഞ്ഞ് ഒളിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കേസ് മാറി അല്ലേ? 3 to 7 വർഷം തടവും പിഴയും ലഭിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷൻ എടുക്കുന്നത്. ബാക്കി കണ്ടിന്യൂ ചെയ്യും. ഞാൻ കുറച്ച് വീതം പോകുന്നത് വെച്ചാൽ അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കത്തില്ല, ഐഡിയകൾ നിൽക്കത്തില്ല. വലിയ ലോങ് ക്ലാസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ ബൂസ്റ്റർ പരിപാടി നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ഒരുപാട് ഇനി 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ടോപ്പിക് എല്ലാം കംപ്ലീറ്റ് ആവും. ഓക്കെ.